മോക്ക് ഇനി ഫിലിമിലൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്? അങ്ങനെ ഇതുവരെ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല എനിക്ക്. പക്ഷെ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ പറയും ചെയ്തൊക്കെ നോക്കുന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് പേടി ആക്ച്വലി ഇപ്പൊ ചെയ്തല്ല, പേടി മാറിയില്ലേ? പേടി അങ്ങനെയല്ല, എന്നാലും പേടിയല്ല. ഒരു വലിയ വലിയ ആക്ടേഴ്സ് ഒക്കെ കാണുമ്പോ നമ്മള് അവരുടെ മുമ്പിൽ ഒന്നും അല്ലല്ലോ. ആക്ച്വലി ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം അറിയോ, അമ്മ ഇസ് എ ഗ്രേറ്റ് ആക്ട്രസ്. അതെ, അതാണ് ഏറ്റവും വലിയ പേടി. ആക്ച്വലി ഷീ ക്യാൻ ഹെൽപ്പ് യു എ ലോട്ട്. ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം അമ്മ പറഞ്ഞു തരുമല്ലോ. അമ്മ പറഞ്ഞു തരും. പക്ഷെ അമ്മയായിട്ട് ഒരു പേര് ഇപ്പം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനായിട്ട് ഇറങ്ങിയത് കൊളാക്കാനുള്ള ഒരു ഇത് എനിക്കില്ല. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അതിപ്പോ എല്ലാവർക്കും അത്യാവശ്യം എനിക്ക് ഇഷ്ടമാണ്. ആക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. എങ്ങനത്തെ ക്യാരക്ടേഴ്സ്? ഐ മീൻ കോളേജ് ടൈപ്സ്? കൂടുതൽ ഞാൻ കോമഡിയാണ് ചെയ്യാറ്. കോമഡി. ഇവള് അവിടെ ചെന്നപ്പോ ഇവൾക്ക് സീരിയസ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ഇവള് കാണിക്കണ അവര് ഇവളുടെ അവസാനം കോമഡി ആക്കിയാണ്. ക്യൂട്ടായിട്ട് ചെയ്യും കോമഡി. അതുകൊണ്ടാണ് പുള്ളി വിളിക്കാൻ തന്നെ കാരണം അതാണ്. ഇവളുടെ കൗണ്ടറുകൾ ഭയങ്കര ടപ്പയെന്ന് വരും. മറ്റേലും ഞാൻ പറയുന്നത് പോലെ, നീലു പറയുന്ന പോലെയുള്ള കൗണ്ടർ. ഞാൻ ഇവളുടെ കൂടുതലും കൗണ്ടർ കട കൊടുക്കണേ. ഉടുക്കത്തെ കൗണ്ടറാണ്. നമുക്ക് തിരിച്ചു ഇതൊന്നും അല്ല ആള്. നമ്മള് ചിരിച്ച് ചില സമയത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇവളുടെ ഏതെങ്കിലും കൗണ്ടർ. അപ്പൊ നമ്മളങ്ങ് മറന്നു. നമ്മള് ചിരിക്കുമ്പോ അത് മറന്നു. പക്ഷെ വീട്ടിലെല്ലാരും പറയും ഇവളില്ലെങ്കിൽ വീട് ഉറങ്ങിയ പോലെയാണെന്ന് പറയും. ഞാനിങ്ങനെ ബ്ലാ 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 പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഞാനല്ല. ഇങ്ങനെയൊന്നും അല്ല ആള്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ആള് വീട്ടില്. ഇപ്പൊ കുറച്ചേ സംസാരിക്കണുള്ളൂ. വേറൊരു മുഖമുണ്ട് എനിക്ക്. അത് ചില നടപ്പൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ ചില സമയത്തൊക്കെ നടന്ന പറയുമ്പോൾ നമ്മൾക്ക് ഇതായത് പപ്പു ചേട്ടനാണ്. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഇൻബോൺ ടാലന്റും ആസ് ആൻ ആക്ട്രസ് ആയിരിക്കും ഇൻബോൺ. ഐ മീൻ ഫ്രീ ആയി കഴിഞ്ഞാൽ അത് വരുള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ആരെയും പരിചയമില്ല ഇങ്ങനെ ഇരിക്കണല്ലോ. ഫ്രീ ആയി കഴിയുമ്പോ ഇതല്ല ആള്. അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഈ അങ്ങനത്തെ കാണിക്കലാണ്. വിളിക്കണൊക്കെ എന്നെ പോലും വിളിക്കണെന്ന് അറിയാമോ? എന്നെ ഫോണിൽ വിളിക്കണേ, എടി നീ അങ്ങനെ ചോദിക്കണേ. ഇപ്പൊ പിള്ളേരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി എന്നാ പറയുന്നത്. അമ്മ എന്നല്ല, ബട്ട് സ്റ്റിൽ ഒരു ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചേച്ചിയായിട്ട് അങ്ങനെ വേണം ഒരാളായിട്ടല്ലേ നമുക്ക് വഴക്ക് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ എനിക്കിഷ്ടമാണ് അങ്ങനെ വിളിക്കണേ. കാരണം എവിടെയടി എപ്പോ വരൂടി എന്നൊക്കെ ചോദിക്കണേ. അപ്പൊ ഞാൻ വിളിച്ചിട്ടില്ല ഇന്ന് വരെ. അതാണ് ഞാൻ ഇന്ന് വരെ വിളിച്ചിട്ടില്ല മക്കളെ. എടീന്ന് വിളിച്ചിട്ടില്ല. ഞാൻ ആരെയും വിളിക്കില്ല അങ്ങനെ. അപ്പൊ എനിക്കിത് കേൾക്കാൻ ഇഷ്ടമാണ്. ഉണ്ട്, രണ്ടുപേരുണ്ട്. അപ്പൊ അവര് തമ്മിൽ വിളിക്കാറില്ല? എന്റെ ഇളയതാണ് അവർ രണ്ടുപേര്. അപ്പൊ ഞാൻ അവരെ ഒപ്പാന്ന് വിളിക്കണേ. വിളിക്കുന്നത് കോപ്പ, അമ്മ പറയുന്നത് ഓപ്പ. കറക്റ്റ്. എനിക്കത് മനസ്സിലായി. പക്ഷെ ഇതിപ്പോഴാ മനസ്സിലായത് മറ്റൊരു സാധനം കഞ്ഞി കുടിക്കുന്നതൊക്കെ അവര് വിളിക്കണ ചായ കുടിക്കണ. അതവള് വിട്ടു. ചായ കുടിക്കണ കോപ്പയെന്നാ അവര് വിളിക്കണേ. അതായത് വീട്ടില് മക്കളങ്ങട്. പക്ഷെ വിളിക്കണത് ഓപ്പാന്നാണ്. ചെറുതിലേക്ക് വിളിക്കണ ഓപ്പ അങ്ങനെ ചെറുതിലേക്ക് വിളിച്ചിട്ടുള്ളത് ചാടുകണ ഓപ്പയെന്ന് വിളിക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ ഞാൻ വരില്ല. എന്നുവെച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിക്കണതും അതുപോലെ ഇരട്ടപ്പേര് തന്നെയാണ്. നമ്മള് കുട്ടി അങ്ങനെ നമ്മൾ ചെറുതായിരിക്കുമ്പോ എല്ലാവർക്കും ഇരട്ടപ്പേര്. അമ്മയ്ക്കും എനിക്ക് എല്ലാവർക്കും. തന്റെ എന്തോ പറയത്തില്ല ചേച്ചി പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് അമ്മയുടെ ഇരട്ടപ്പേര് പറഞ്ഞല്ലോ. മോളുടെ അറിയാം. ഞാൻ പറഞ്ഞില്ലല്ലോ, അവളല്ലേ പറഞ്ഞ. അപ്പൊ പിന്നെ പറയാം. അമ്മയ്ക്ക് വെള്ളം വിളിക്കണ മഞ്ഞത്തവളയെന്നാ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കോപ്പനയാണ് കാട്ടിലും കൊള്ളാം. വീട്ടില് മാത്രമേ ഉണ്ടായുള്ളൂ. കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ എല്ലാരും അറിയും. പ്രേക്ഷകർ മൊത്തം എവിടെ വെച്ച് കണ്ടാലും ആമ്പിള്ളേരായാലും പെൺപിള്ളേരായിട്ട് മഞ്ഞത്തവളെന്ന് വിളിക്കോ? അങ്ങനെയൊക്കെ വേണം. കുട്ടികളൊക്കെ അങ്ങനെ ഈ ഇരട്ടപ്പേരൊക്കെ വിളിച്ച് വളർന്നു. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്. മറ്റെല്ലാം ചുമ്മാ.